ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളായി ഭൂമിയുടെ വരപ്പിൽ ജീവിപ്പാൻ യേശുകർത്താവ് നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം സാക്ഷിച്ച നിമിത്തം നാട് കടത്തപ്പെട്ടവനായി പത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ യോഹന്നാൻ ഏകനായി പാർക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ ആത്മഭവിഷ്യതയിലേക്ക് വേർതിരിക്കപ്പെട്ടു. തുടർന്ന് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുകയും കർത്താവിനെ കൺമുമ്പിൽ കാണുകയും ചെയ്യുന്ന ശ്രേഷ്ഠകരമായ മഹത്വകരമായിരിക്കുന്ന ഒരു സംഭവം ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവിനെ യോഹന്നാൻ ദർശിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ, നിലവിളക്കിൻ്റെ നടുവിൽ നിൽക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് യോഹന്നാൻ കാണുന്നത്. ആ നിലവിളക്കുകളുടെ സഭയാണ് 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇരുട്ടിൻ്റെ ലോകത്തിൽ നിലവിളക്കായിരിക്കുന്ന സഭ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് കീഴടക്കിക്കൊണ്ട് വെളിച്ചമുള്ളവരായി വെളിച്ചമുള്ള അനുഭവത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. അതിൻ്റെ നടുവിലാണ് യേശു ഉള്ളത്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഏതോ കല്ലിടുക്കിൽ ജനിച്ചു. കാലികൾ രാപാർക്കുന്ന കാലിത്തൊഴുത്തിൽ അവരുടെ നടുവിൽ പുല്ലുകൊണ്ട് മെത്തയുണ്ടാക്കി അതിൽ കർത്താവിനെ യോസേപ്പ് മറിയം കിടത്തി. അപ്പോൾ കാലികളുടെ നടുവിൽ കിടക്കുന്ന കർത്താവിനെ വിദ്വാൻമാരും അഠടയന്മാരും വന്ന് കണ്ട് താണു വീണ് നമസ്കരിച്ച് അവർ മടങ്ങിപ്പോയി. തൻ്റെ ചെറുപ്രായത്തിൽ ആലയത്തിൽ ജ്ഞാനികളായിരിക്കുന്ന ലോകപ്രകാര ശ്രേഷ്ഠന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന അറിവുള്ളവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരുടെ ജ്ഞാനത്തെ വെല്ലുന്ന, കീഴടക്കുന്ന ജ്ഞാനത്തോടുകൂടി അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കി അവർക്കറിയാത്ത കാര്യങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ കൂടി വരുന്ന ജനത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന ക്രിസ്തു, കർത്താവിനെ തൊടുന്നവരും വസ്ത്രത്തിൽ തൊടുന്നവരും കർത്താവ് തൊടുന്നവരും സൗഖ്യം പ്രാപിക്കുന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആഴമേറിയ വാക്കുകൾ ഉൾക്കൊള്ളുവാൻ കഴിയാതെ മലയുടെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുവാൻ ശ്രമിച്ചപ്പോഴും അവരുടെ നടുവിലൂടെ നടന്നു നീങ്ങിയ കർത്താവിനെ കാണുവാൻ കഴിയുന്നു. ശത്രുക്കൾ ചുറ്റും കൂടിയപ്പോഴും അവരുടെ നടുവിലൂടെ ജയാളിയായി നടന്നുപോയ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു, കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പെസഹയ്ക്ക് വേണ്ടി ഒരുക്കിയ മാളികമുറിയിൽ അവരുടെ നടുവിലിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടതായിരിക്കുന്ന അപ്പവീഞ്ഞനെ പകർന്നു കൊടുത്ത കർത്താവ് നിൻ്റെ ആവശ്യങ്ങളുടെ നടുവിൽ, നിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പകർന്നു തരുന്ന കർത്താവ്. അതേ കർത്താവ് കാൽവറിയുടെ ഉന്നതങ്ങളിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടവനായി തൂങ്ങപ്പെട്ട് കിടന്നു. അതേ കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൂടെ നടന്ന ശിഷ്യന്മാർ ഭയന്ന് വിറച്ച് വാതിലടച്ച് ഭവനത്തിൻ്റെ അകത്ത് പാർക്കുമ്പോൾ അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവ്, അപ്പോൾ ഭയത്തിൻ്റെ നടുവിലും ഭയത്തെ പുറത്ത് കളയുവാൻ ഇറങ്ങി വരുന്നവനായ കർത്താവിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു.
പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. ഉലൂമലയിൽ നിന്ന് ഉയരങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് അവർ നോക്കി നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സഭയുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന കർത്താവ്, സഖായി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് മാത്രമല്ല, അവൻ്റെ ഭവനത്തിൻ്റെ അകത്തും കയറി ചെന്ന കർത്താവ് ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തും ഭവനത്തിൻ്റെ അകത്തും, ഹൃദയത്തിൻ്റെ നടുവിലും ഭവനത്തിൻ്റെ നടുവിലും, നമ്മുടെ സഭയുടെ നടുവിലും തലമുറയുടെ നടുവിലും ഈ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കട്ടെ. മരിച്ച് അടക്കപ്പെട്ട് ഒതുക്കപ്പെട്ടവനല്ല നമ്മുടെ കർത്താവ്. ക്രൂശിൽ യാഗമായി തീർന്ന് അരിമത്യക്കാരന യോസേപ്പ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ അടക്കപ്പെട്ട് തീർന്ന ഒതുക്കപ്പെട്ട ഒരു കർത്താവല്ല നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ്. ആ കല്ലറയെ മടക്കിക്കൊടുത്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ കർത്താവ്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിന് നടുവിൽ ഇറങ്ങി നിൽക്കട്ടെ. 7 നിലവിളക്ക് സഭയാണെങ്കിൽ എൻ്റെ നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കൂടി വരുന്നതാണ്. നീ ഒരു നിലവിളക്കായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നീയായിരിക്കുന്ന നിലവിളക്കിന് നടുവിൽ യേശുവുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിപ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.